ഓൾറെഡി MBBS-നും BDS-നും ഫീ പേ ചെയ്തവർ വീണ്ടും പേ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഓപ്പൺ കാറ്റഗറിയിൽ 17,298 വരെ ഗവൺമെന്റ് സെക്ടറിൽ ഒരു 28,416 അതേപോലെ 29,000 റാങ്കിനും ആയുർവേദ കിട്ടി. ഗവൺമെന്റ് സെക്ടറിൽ തന്നെ കിട്ടി. മക്കളെ, നിങ്ങൾ കാത്തിരുന്ന ആയുർവേദയുടെയും സിദ്ധയുടെയും ഹോമിയോപ്പതിയുടെയും ഒക്കെ ഓപ്ഷൻ രജിസ്ട്രേഷന്റെ സ്കെഡ്യൂള് കീമിന്റെ സൈറ്റിൽ, സിയുടെ വെബ്സൈറ്റിൽ നിലവിൽ അവൈലബിൾ ആണ്. അപ്പൊ ഏത് ഡേറ്റ് മുതലാണ് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക, എപ്പോൾ മുതൽ സാധിക്കും, എപ്പോൾ വരെ സാധിക്കും, എത്രയായിരിക്കും ഫീ, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പൊ ഈ കാണുന്നതാണ് സ്കെഡ്യൂള്. ഇതനുസരിച്ച് ഓപ്ഷൻ രജിസ്ട്രേഷനും ഏതൊക്കെ ഓപ്ഷൻസ് കൊടുക്കാന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യുക. എന്നാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് വരിക, പ്രൊവിഷണൽ വരിക, എന്നാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് വരിക, എന്ന് വരെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതിന്റെയൊക്കെ സ്കെഡ്യൂളാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫീനെ കുറിച്ച് നോക്കാം. ഓപ്പൺ കാറ്റഗറി ആയിക്കോട്ടെ അല്ലെങ്കിൽ OBC കാറ്റഗറി ആയിക്കോട്ടെ, ഈ കുട്ടികൾക്കൊക്കെ 5,000 rupees ആണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടത്. 5,000 രൂപയാണ്. എന്നാൽ SC, ST, OEC കാൻഡിഡേറ്റ്സ്, അതേപോലെ ജുവനൈൽ ഹോമിലെ, നിർഭയ ഹോമിലെ, ശ്രീ ചിത്ര ഹോമിലെയൊക്കെ കുഞ്ഞുങ്ങൾ 500 രൂപയാണ് ഫീ ആയിട്ട്, രജിസ്ട്രേഷൻ ഫീ ആയിട്ട് അടയ്ക്കേണ്ടത്. അപ്പൊ ഈ 5,000 രൂപ അടയ്ക്കുന്ന ആളുകൾ അവരുടെ ട്യൂഷൻ ഫീല് അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ ട്യൂഷൻ ഫീൽ ഇത് കുറയ്ക്കും. എന്നാൽ ഈ 500 രൂപ കൊടുക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ ഫീ ഇല്ലല്ലോ. അവരുടെ കോഷൻ ഡെപ്പോസിറ്റിലായിരിക്കും. ഇപ്പൊ SC, ST, OEC കാറ്റഗറിയിലൊക്കെ കുട്ടികൾ 500 രൂപ രജിസ്ട്രേഷൻ ഫീ അടയ്ക്കുന്നു. അത് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യാൻ ചെല്ലുമ്പോൾ കോഷൻ ഡെപ്പോസിറ്റ് അടയ്ക്കണമല്ലോ, അതിൽ ഈ 500 രൂപ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അലോട്ട്മെന്റ് ലഭിച്ചില്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫീ നഷ്ടപ്പെടുമോ? ഇല്ല, രജിസ്ട്രേഷൻ ഫീ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. എന്നാൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടും അവിടെ പോയി ജോയിൻ ചെയ്യാത്ത കുട്ടികൾക്കും അലോട്ട്മെന്റ് കിട്ടി ജോയിൻ ചെയ്തിട്ട് സീറ്റിൽ നിന്ന് ക്വിറ്റ് ചെയ്യുന്ന, സീറ്റ് ഉപേക്ഷിക്കുന്ന കുട്ടികൾക്കും ഒരിക്കലും രജിസ്ട്രേഷൻ ഫീ കിട്ടില്ല. ഈ 2 കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനും ഇതൊരു പെനാൽറ്റി ആയിട്ട് കൺസിഡർ ചെയ്യും. ആൻഡ് അതേപോലെ ഓൾറെഡി MBBS-നും BDS-നും വേണ്ടിയിട്ട് ഫീ അടച്ച കുട്ടികളുണ്ടല്ലോ. MBBS-നും BDS-നും ഒക്കെ അപ്ലൈ ചെയ്ത സമയത്ത് ഈ 5,000 രൂപ അടച്ചവര് അല്ലെങ്കിൽ ഈ 500 രൂപ അടച്ച കുട്ടികളുണ്ടല്ലോ, അവര് വീണ്ടും ഫീ അടയ്ക്കേണ്ടതായിട്ടില്ല. സോ MBBS-നും BDS-നും ഓൾറെഡി അടച്ച കുട്ടികൾക്ക് ഫീ വീണ്ടും അടയ്ക്കേണ്ട. പക്ഷെ നിങ്ങൾ ചോയ്സും കാര്യങ്ങളും, അതായത് ഓപ്ഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക, പ്രയോറിറ്റി അനുസരിച്ച് കൊടുക്കുക. മക്കളെ, ഒരുപാട് സീറ്റുകൾ പ്രൈവറ്റ് സെക്ടറിലും സെൽഫ് ഫിനാൻസിംഗിലും ഒരുപാട് സീറ്റുകളുണ്ട്. അപ്പോൾ വെറുതെ കൊടുക്കരുത്. വളരെ ആലോചിച്ച് കെയർഫുൾ ആയിട്ട് നിങ്ങൾക്ക് ആ സീറ്റ് വേണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് മാത്രം കൊടുക്കുക. കാരണം അവിടെ കിട്ടിയിട്ട് നിങ്ങൾ പോയില്ലെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീ നഷ്ടപ്പെടുകയും ചെയ്യും. സെക്കൻഡിലും തേർഡിലും ഒന്നും പിന്നെ നിങ്ങളെ കൺസിഡർ ചെയ്യത്തുമില്ല. അതുകൊണ്ടാണ് പറയുന്നത് വളരെ കെയർഫുൾ ആയിട്ട് കൊടുക്കുക. കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, ഇപ്പൊ ഹോമിയോപ്പതി ആണെങ്കിൽ ഒരു 17,298 വരെ ഒരു ഹോമിയോപ്പതിയുടെ സീറ്റ്, അതും ഗവൺമെന്റ് സെക്ടറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം. അതേപോലെ ഈഴവ കാറ്റഗറി ആണെങ്കിൽ 20,000 റാങ്കിന് കിട്ടിയിട്ടുണ്ട്. മുസ്ലിം കാറ്റഗറി ആണെങ്കിലും 18,945 കഴിഞ്ഞ വർഷം ഗവൺമെന്റ് സീറ്റ് ഹോമിയോപ്പതിയിൽ കിട്ടിയിരുന്നു. LA കാറ്റഗറി നോക്കുകയാണെങ്കിൽ 25,122 കിട്ടിയിരുന്നു. നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ് അല്ലേ. അതേപോലെ ധീവര കാറ്റഗറി ആണെങ്കിൽ 33,020 ഗവൺമെന്റ് സീറ്റ് കിട്ടിയിരുന്നു. VK കാറ്റഗറി ആണെങ്കിൽ 18,038 അത് 19,838 20,947 ഒക്കെ കിട്ടി. ബാക്ക്വേർഡ് ഹിന്ദു ആണ് 22,557 കഴിഞ്ഞ വർഷം കിട്ടിയിരുന്നു. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ ആണെങ്കിൽ ഹോമിയോപ്പതി ഗവൺമെന്റ് സെക്ടറിൽ 18,745 റാങ്കിനൊക്കെ കിട്ടിയിട്ടുണ്ട്. KN കാറ്റഗറി 37,950 ഗവൺമെന്റ് കിട്ടി. ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് ഐരാണി മുട്ടത്താണ് കിട്ടിയത്. ഗവൺമെന്റ് സീറ്റാണ് കിട്ടിയത് കേട്ടോ, 37,000 റാങ്കിന്. KU ആണെങ്കിലും 37,020 റാങ്കിന് കഴിഞ്ഞ തവണ ഗവൺമെന്റ് സീറ്റ് കിട്ടി. SC കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കോളേജിലും 24,000, 27,000, 26,000 റേഞ്ചുകാർക്ക് വരെ കിട്ടിയിട്ടുണ്ട്. ST ആണെങ്കിലും 28,776 റാങ്കിന് വരെ കിട്ടിയിട്ടുണ്ട്. 28,645 കിട്ടിയിട്ടുണ്ട്. ഇക്കണോമിക്കലി വീക്കർ സെഷനിലും 26,744 കഴിഞ്ഞ വർഷം കിട്ടി. 25,475 കിട്ടി. 23,783 കിട്ടി. അതുകൊണ്ടാണ് പറയുന്നത് വളരെ കെയർഫുൾ ആയിട്ട് വെക്കുക, വേണ്ട കോളേജും കോഴ്സും മാത്രം ഓപ്റ്റ് ചെയ്യുക. ഇനി നമ്മൾ ആയുർവേദം നോക്കുകയാണെങ്കിൽ സെൽഫ് ഫിനാൻസിംഗിലൊക്കെ 37,000 റാങ്കുകാർക്ക് ജനറലിൽ തന്നെ കിട്ടി. അതായത് നിങ്ങൾ ഏത് കാറ്റഗറിയും ആയിക്കോട്ടെ, ആദ്യം നിങ്ങളെ കൺസിഡർ ചെയ്യുക 27 ഒരു കട്ട്,
37,000 റാങ്കുകാർക്കൊക്കെ സെൽഫ് ഫിനാൻസിംഗിൽ കിട്ടിയിട്ടുണ്ട്. ജനറൽ കാറ്റഗറിയിൽ തന്നെ. നിങ്ങൾ ഏത് കാറ്റഗറി ആണെങ്കിലും ആദ്യം നിങ്ങളെ ജനറൽ കാറ്റഗറിയിലായിരിക്കും കൺസിഡർ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് കിട്ടാൻ യോഗ്യതയില്ലെങ്കിൽ മാത്രം, അവിടെ നിങ്ങൾക്ക് സീറ്റ് കിട്ടുന്നില്ലെങ്കിൽ മാത്രമാണ് പിന്നെ നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് നിങ്ങളെ കൺസിഡർ ചെയ്യുക. അപ്പൊ 37,000 തന്നെ ഏത് കാറ്റഗറി ആയിക്കോട്ടെ സീറ്റ് ലഭിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് സെക്ടറിൽ നോക്കുകയാണെങ്കിൽ 13,195 ഗവൺമെന്റ് ആയുർവേദ സീറ്റ് ജനറൽ കാറ്റഗറിയിൽ കിട്ടിയിട്ടുണ്ട്. 17,000 റാങ്കുകാർക്ക് 17,517 ഈഴവ കിട്ടിയിട്ടുണ്ട്. 21,492 റാങ്കിന് LA കാറ്റഗറിക്ക് കിട്ടിയിട്ടുണ്ട്. 16,000 റേഞ്ചിലാണ് മിക്ക കോളേജിലും മുസ്ലിം കാറ്റഗറിക്ക് ഗവൺമെന്റ് സീറ്റ് വന്നിരിക്കുന്നത്. DV 24,000, VK 15,000, 11,000, 14,000, ബാക്ക്വേർഡ് ഹിന്ദു 17,000, 15,000, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 17,000, 16,000, KN 17,000, 19,000 റേഞ്ചിൽ ഗവൺമെന്റ് സീറ്റ് കിട്ടിയിട്ടുണ്ട്. KU 30,000 റാങ്കിന് ഗവൺമെന്റ് ആയുർവേദ കോളേജ് ട്രിവാൻഡ്രത്ത് കിട്ടിയിട്ടുണ്ട്. SC കാറ്റഗറി നോക്കുകയാണെങ്കിൽ 24,000, 23,000 റേഞ്ച് ആണ്. ST 28,000, 29,000 റേഞ്ച് ആണ്. EW 17,000, 19,000, 18,000 തൊട്ട് 22,153 വരെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ സെൽഫ് ഫിനാൻസിങ് ആയുർവേദം നോക്കുകയാണെങ്കിൽ 35,000, 37,000 റാങ്കിന് വരെ സെൽഫ് ഫിനാൻസിംഗിൽ കിട്ടിയിട്ടുണ്ട്. സോ ഓപ്ഷൻ കൊടുക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് കൊടുക്കുക. പോകണമെന്ന് ആഗ്രഹിക്കുന്ന കോളേജും കോഴ്സും മാത്രം എടുക്കുക. നമ്മൾ യുനാനിയും സിദ്ധയും നോക്കുകയാണെങ്കിൽ യുനാനിക്ക് 37,966 ഓപ്പൺ കാറ്റഗറിയിൽ തന്നെ കഴിഞ്ഞ തവണ സെൽഫ് ഫിനാൻസിംഗിൽ കിട്ടിയിട്ടുണ്ട്. അതേപോലെ സിദ്ധയ്ക്കും 37,000 റേഞ്ചുകാർക്ക് സിദ്ധയ്ക്ക് നിങ്ങൾ ഏത് കാറ്റഗറിയും ആയിക്കോട്ടെ 37,000 റേഞ്ചിൽ സിദ്ധയ്ക്കും സീറ്റ് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപാട് വീഡിയോയിൽ ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് മാത്രം ഓപ്ഷൻസ് കൊടുക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. വളരെ ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ബെസ്റ്റ് ഡിസിഷൻ ആവട്ടെ മക്കളെ. ബൈ.